ഹായ്, ഞാൻ സജി കുമാർ. വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ഡിന്നർ വിഭവത്തിലേക്ക് തന്നെയാണ്. ഞങ്ങളുടെ ഡിന്നർ വിഭവം ഇന്നും വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരെണ്ണം തന്നെയാണ്. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി കൊണ്ടുണ്ടാകുന്ന ഐറ്റമാണ്. ഞാൻ ഇതിനു മുമ്പ് ലെഫ്റ്റ് ഓവർ പുട്ട് കൊണ്ടുള്ളൊരു മുട്ടപ്പുട്ട് റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. എല്ലാവർക്കും ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അതും കാണുക. ഇന്ന് ഇഡ്ഡലി കൊണ്ടുള്ള ഐറ്റമാണ്. ഞങ്ങൾ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലിയുടെ ബാക്കി കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, സാധാരണ ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു 15 ഇഡ്ഡലി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ഡിന്നറിനുള്ള ഐറ്റമാണ്. ചെറിയ ഇഡ്ഡലിയാണ്, ഒരു 15 എണ്ണമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. സോ ഈ ഇഡ്ഡലി കൊണ്ട് തന്നെ സാധാരണ ഇഡ്ഡലി മസാല ഉണ്ടാക്കാറുണ്ട്, ഇഡ്ഡലി ഫ്രൈ ഉണ്ടാക്കാറുണ്ട്, ചില്ലി ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ഇഡ്ഡലിയാണ്. ചില്ലി ഇഡ്ഡലിക്ക് ആവശ്യമായ ഐറ്റംസ്, ഈ 15 ഇഡ്ഡലിക്ക് ഞാനൊരു 3 സവാള വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യൂബ്സായിട്ട്. ഒരു കാപ്സിക്കം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. പിന്നെ സോസുകളാണ് ഇതിന് കൂടുതൽ വേണ്ടത്. ചില്ലി സോസ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്, സോയാ സോസ് ഉണ്ട്, കുറച്ച് വിനാഗിരി, പിന്നെ പഞ്ചസാര, ഒരല്പം മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ ഉപ്പും വെളിച്ചെണ്ണയല്ല, ഞാൻ ഇത് സൺഫ്ലവർ അല്ല ഉപയോഗിക്കുന്നത്. സോ ഇത്രയുമാണ് ഇതിനാവശ്യമായ ഐറ്റംസ്. ഓരോന്ന് ഇടുമ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഈ ഇഡ്ഡലിയെ നമ്മൾ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യുക. ഇത് ചെറിയ ഇഡ്ഡലിയാണ്. സാധാരണ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ നിങ്ങൾക്കിത് ക്യൂബ്സ് ആക്കണമെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ ക്രൂസ് കട്ട് ചെയ്ത് ക്യൂബ്സ് ആക്കി എടുക്കാം. ഇതുപോലെ എല്ലാ ഇഡ്ഡലിയും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ചില്ലി ഇഡ്ഡലിയിലേക്ക് വരാം. സോ ഇഡ്ഡലി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനിങ്ങനെ വറുത്ത് കോരണം. ഇഡ്ഡലി സാധാരണ ചില്ലി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ചിലർ ഇതിൽ കോൺഫ്ലോറും മൈദാമാവും ഒക്കെ കൊണ്ട് ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി മസാലയൊക്കെ ചേർത്ത് മുക്കി വറുക്കാറുണ്ട്. ഞാനിങ്ങനെ വെറുതെ പ്ലെയിൻ ഇഡ്ഡലിയാണ് വറുത്തെടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, ഇഡ്ഡലി നിങ്ങൾ എടുക്കുമ്പോൾ തലേദിവസത്തെ ഇഡ്ഡലി ഉപയോഗിക്കുക. അതല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെച്ച ഇഡ്ഡലി വൈകുന്നേരം ഉപയോഗിക്കുക. ഫ്രഷ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കുമ്പോൾ അത്ര ഇഫക്റ്റീവ്. കാരണം അത് ഒരു ഒട്ടുന്ന നേച്ചർ കാണിക്കും. അതല്ലെങ്കിൽ ആ ചൂടോടെ നമുക്ക് വറുത്തെടുക്കാൻ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കുന്നത് കാണാൻ പറ്റും. സോ അതുകൊണ്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രം ഇഡ്ഡലി ഉപയോഗിക്കുക. നമുക്കിതിനൊന്ന് വറുത്ത് കോരാം ഇതിലാദ്യം. സോ എണ്ണ അധികം ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് എണ്ണ പുരട്ടി നിങ്ങൾക്ക് ഓവനിലും ചെയ്തെടുക്കാം, ഓവനിൽ ഫ്രൈ ആക്കി എടുക്കാം. അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ അങ്ങനെ ചെയ്യുക. തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇത് വറുത്ത് കോരുക. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് ഇഡ്ഡലി ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം. തിരിച്ചും മറിച്ചിട്ടൊരു ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ, ഈ ഒരു ഗോൾഡൻ കളറിലേക്ക് വരുമ്പോൾ ഇതിനെ നമുക്ക് വറുത്ത് കോരാം. ഇനി ഇതുപോലെ നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. സോ അപ്പോൾ ഇഡ്ഡലി പീസസൊക്കെ ഞാനത് വറുത്ത് കോരി വെച്ചിട്ട് ഭയങ്കര ക്രിസ്പി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ കൊതിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ആ ശബ്ദം കേൾക്കണ്ടോ? നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ വേറൊന്നും ഞാൻ പറയാം, നിങ്ങളിത് വറുക്കുന്ന സമയത്ത് ഇച്ചിരി കോൺഫ്ലോറും മൈദയും ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഒരു ബാറ്റർ ഉണ്ടാക്കി അതിൽ മുക്കിയാണ് വറുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സായിട്ട് ഇത് വളരെ നല്ലൊരു ഐറ്റമാണ്. അങ്ങനെ ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ വിഭവത്തിലേക്ക് കിടക്കാം. ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഈ ഇഡ്ഡലി വറുത്താൻ തന്നെ കുറച്ച് എണ്ണ ബാക്കിയിരിപ്പുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഞാൻ അല്പം കൂടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് സാധനങ്ങൾ. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂണാണ്. 2 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുന്നു. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പച്ചമണം മാറുന്നവരെന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക്, ഒരു 4 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇത്ര ചെറുതാക്കണമെന്നില്ല, നിങ്ങൾക്ക് കൂടെ വലുതായിട്ടും ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും നല്ലൊരു മണം വരുന്നുണ്ട് ഇങ്ങനെ. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സവാള കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഞങ്ങൾക്ക് ഡിന്നർ വിഭവമാണ്, അപ്പോൾ കുറച്ചധികം സാധനം വേണം. അതുകൊണ്ട് എത്ര ഇട്ടത്. വലിയ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് സവാള. ഈ സവാള ശരിക്കും ബ്രൗൺ നിറം ആകണ്ട, ഒന്ന് ചെറുതായിട്ട് ട്രാൻസ്പാരൻ്റായി വന്നാൽ മതി. നമ്മുടെ സവാള നോക്കൂ, ഒന്ന് ട്രാൻസ്പാരൻ്റായി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം, ഞാൻ ഒരു ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത്, അതും വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഈ ക്യാപ്സിക്കം ഒത്തിരി അങ്ങോട്ട് വേവേണ്ട, ഒരു ഹാഫ് കുക്ക്ഡ് ആയാൽ മതി. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. സോ ക്യാപ്സിക്കം ഇപ്പം ഒരു പകുതി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്ത് ഒരു 4 ടേബിൾ സ്പൂൺ ചില്ലി സോസ്,
റെഡ് ചില്ലി സോസ് ഒഴിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ സോസ്, ഒരു 2 ടേബിൾ സ്പൂണ് സോയാ സോസ്, 2 ടേബിൾ സ്പൂണ് വിനാഗിരി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മധുരവും ഒക്കെ ഒന്ന് ഇതിൻ്റെ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൊടുക്കുന്നുണ്ട്. ഇത്രയും നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. സോ നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ആഡ് ചെയ്യുന്ന സോസിലൊക്കെ ഉപ്പുണ്ട്, പിന്നെ ഇഡ്ഡലിക്കും ഉപ്പുണ്ട്. സോ അത് കണക്കാക്കിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതിയാവും. ഇപ്പം നല്ല മസാല ആയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നേരത്തെ പറയാൻ വിട്ടുപോയി, ഒരല്പം കോൺഫ്ലോർ ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു തിക്നെസ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയാണ്. എല്ലാം ആഡ് ചെയ്യേണ്ട, നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഇഡ്ഡലി ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച ഇഡ്ഡലി പീസസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. കുട്ടികൾ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ അതേ സ്കൂളിൽ കൊടുത്തയക്കാൻ ടിഫിൻ ബോക്സിൽ കരുതാവുന്നൊരു സാധനമാണ്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ തലേദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. സോ ഇപ്പോൾ നമ്മുടെ ചില്ലി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സെലറി അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കുറച്ച് മല്ലിയിലേ ഉള്ളൂ, ഞാൻ മല്ലിയില ഇടുകയാണ്. എനിക്കിഷ്ടമുള്ള സാധനമാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി മല്ലിയില. അത്തേക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. മല്ലിയിലിട്ടിട്ട് ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ മല്ലിയില. ഇപ്പോൾ നമ്മുടെ ചില്ലി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ടേസ്റ്റിയാണ്, എത്ര ഭംഗിയായിട്ടായിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചില്ലി ഇഡ്ഡലി റെഡി ആയിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഞാനിതിൽ ഒരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. നല്ല ചൂട്, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ഇത് ഇഡ്ഡലിയാണെന്ന് പോലും അറിയില്ല. മക്കൾക്ക് വളരെ ഇഷ്ടത്തോടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് ചില്ലി ഇഡ്ഡലി. സോ എല്ലാവരും ട്രൈ ചെയ്യുക. മറ്റൊരു വെറൈറ്റി വിഭവമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Okay, bye bye.